ഹലോ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ സിലബസിൽ പറഞ്ഞ സീഷർ ഡിസോർഡേഴ്സ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ഇന്നിവിടെ കവർ ചെയ്യുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രമാണ് നമുക്ക് കവർ ചെയ്യാനുള്ള സമയം കിട്ടുന്നത്. ബാക്കിയുള്ള ടോപ്പിക്ക് നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കുക. അപ്പം ഈ ഒരു ആഴ്ചയിലുള്ള കമ്മ്യൂണിറ്റി ഹെൽത്ത് അതുപോലെ ഫണ്ടമെന്റൽസിന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് ടോപ്പിക്കും കൂടെ ഇനി ബാക്കിയുണ്ട്. അപ്പൊ അതുകൂടെ വരുന്ന ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. സോ വീഡിയോ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം. അതുപോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇത് നമ്മുടെ സിലബസിൽ 70 ഡേയ്സ് ഉൾക്കൊള്ളിക്കുന്ന സിലബസിൽ ഉള്ളതാണ്. ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് സീഷർ, an abnormal electrical discharge in the brain that interrupt normal function resulting from sudden excessive discharge from cerebral neurons. So seizure നമുക്കറിയാം abnormal electrical discharge ആണ്. It may interrupt the brain function. ഇത് രണ്ട് തരത്തിലുണ്ട്. അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ അബ്നോർമൽ ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് ഇന്ററപ്റ്റ് ദ ബ്രെയിൻ ഫംഗ്ഷൻ. കോസസ് ഇഡിയോപ്പതിക്, പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലാത്ത, നമുക്ക് അറിയാൻ പാടില്ലാത്ത അൺനോൺ കോസുകൾ, ജനറ്റിക് ഡിഫക്ട്സ് കൊണ്ട്, അല്ലെങ്കിൽ ഹൈപ്പോക്സീമിയ, ഓക്സിജന്റെ അളവ് ബ്ലഡിൽ കുറയുന്നതുകൊണ്ട്, ചൈൽഡ്ഹുഡ് ഫീവർ, അതായത് ഫിബ്രൈൽ സീഷർ വരാറുണ്ട്, കുട്ടികൾക്ക് വരാറുണ്ട്, ഹെഡ് ഇഞ്ചുറി, സ്ട്രോക്ക്, central nervous system infections such as meningitis, encephalitis, metabolic and toxic condition, hypoglycemia, hyperglycemia, അതുപോലെ ഡീഹൈഡ്രേഷൻ, കാൽസ്യം വല്ലാണ്ട് കുറഞ്ഞു പോകുമ്പോൾ, പൊട്ടാസ്യം കൂടുമ്പോൾ, സോഡിയം കുറയുമ്പോൾ, യൂറിയ ക്രിയാറ്റിൻ കൂടുമ്പോൾ, ഇത്തരം കണ്ടീഷനുകളിലൊക്കെ സീഷർ ഉണ്ടാകാറുണ്ട്. ബ്രെയിൻ ട്യൂമർ കണ്ടീഷനിൽ സീഷർ ഉണ്ടാകാറുണ്ട്. ആ ബ്രെയിൻ ട്യൂമർ റിസെക്ഷൻ ചെയ്യുന്നത് വരെ മിക്കവാറും ഈ ഒരു സീഷർ ഉണ്ടാകാറുണ്ട്. ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ വിഡ്രോവൽ. സോ നമുക്ക് ഇതിന്റെ ടൈപ്സ് നോക്കാം. ക്ലാസിഫിക്കേഷൻ മെയിൻലി പാർഷ്യൽ സീഷേഴ്സ് ആൻഡ് ജനറലൈസ്ഡ് സീഷേഴ്സ്. ഇപ്പൊ മെയിനായിട്ട് രണ്ടായിട്ട് തിരിക്കാം, പാർഷ്യൽ ആൻഡ് ജനറലൈസ്ഡ്. പാർഷ്യലിൽ വരുന്ന എന്തൊക്കെയാണ്? സിമ്പിൾ പാർഷ്യൽ സീഷർ ആൻഡ് കോംപ്ലക്സ് പാർഷ്യൽ സീഷേഴ്സ്. അപ്പം ഏതൊക്കെയാണ്? പാർഷ്യൽ, സിമ്പിൾ പാർഷ്യൽ ആൻഡ് കോംപ്ലക്സ് പാർഷ്യൽ. ജനറലൈസ്ഡ് വരുന്നതാണ് ജനറലൈസ്ഡ് ടോണിക് ക്ലോണിക്, മയോക്ലോണിക്, ടോണിക് സീഷർ, ക്ലോണിക് സീഷർ, അറ്റോണിക് സീഷർ. അപ്പൊ പാർഷ്യൽ സീഷർ എന്ന് പറയുമ്പോൾ ഇറ്റ് മേ അഫക്ട് ഓൺലി വൺ ഏരിയ ഓഫ് ദ ബ്രെയിൻ. ലിമിറ്റഡ് ഏരിയയിൽ അഫക്ട് ചെയ്യുന്നതാണ് പാർഷ്യൽ സീഷർ. ഇപ്പൊ സിമ്പിൾ പാർഷ്യൽ സീഷർ എന്ന് പറയുന്നത് പേഷ്യന്റിന് ഒരു സെക്കൻഡ്, കുറച്ച് സെക്കൻഡുകൾ നേരത്തേക്ക് പേഷ്യന്റ് ഒന്ന് സ്റ്റക്കായി പോവുക. സിമ്പിൾ പാർഷ്യൽ സീഷർ അല്ലെങ്കിൽ ആബ്സെന്റ് സീഷേഴ്സ് എന്നൊക്കെ പറയാം. ഇവിടെ ലോസ് ഓഫ് കോൺഷ്യസ്നെസ് വരുന്നില്ല, പേഷ്യന്റ് കോൺഷ്യസ് ആയിരിക്കും. പേഷ്യന്റ് പെട്ടെന്നൊരു സ്റ്റെയർ ഒന്ന് തുറിച്ച് നോക്കി നിൽക്കുക, പെട്ടെന്നൊരു സ്ട്രേഞ്ച് ഫീലിംഗ് പേഷ്യന്റിന് ഏതാനും സെക്കൻഡ് നേരത്തേക്ക് വരുന്നതാണ് സിമ്പിൾ പാർഷ്യൽ സീഷർ. കോംപ്ലക്സ് പാർഷ്യൽ സീഷർ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഏരിയ, ബ്രെയിനിന്റെ ഒരു ലോബിലായിരിക്കും, മിക്കവാറും ടെമ്പോറൽ ലോബിലാണ് കോംപ്ലക്സ് പാർഷ്യൽ സീഷർ വരുന്നത്. ടെമ്പോറൽ ലോബിലാണ്. ഇത് ഏറ്റവും മോസ്റ്റ് കോമൺ സീഷർ ഇൻ ടീൻ ആൻഡ് അഡൽട്ട്ഹുഡ്. നമ്മൾ അഡൽട്ടിൽ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് കാണുന്നതാണ് CPS. അപ്പൊ ഇത് കുറച്ചു നേരത്തേക്ക് പേഷ്യന്റ് അൺകോൺഷ്യസ് ആകാനുള്ള സാധ്യത ഇവിടെ ഉണ്ട്. കോംപ്ലക്സ് പാർഷ്യൽ. ജനറലൈസ്ഡ് സീഷറിലാണെങ്കിൽ ജനറലൈസ്ഡ് ടോണിക് ക്ലോണിക്കിൽ പേഷ്യന്റ് അൺകോൺഷ്യസ് ആകും. മയോക്ലോണിക് എന്ന് പറയുമ്പോൾ ജെർക്കി മസിൽ മൂവ്മെന്റ്സ് ആണ്. ജനറലൈസ്ഡ് ടോണിക് ക്ലോണിക് എന്ന് പറയുമ്പോൾ പേഷ്യന്റ് അൺകോൺഷ്യസ് ആവും. ടോണിക് സീഷർ എന്ന് പറയുന്നത് എന്താണ്? മസിൽ സ്റ്റിഫ്നെസ് ആൻഡ് റിജിഡിറ്റി. ടോണിക് സീഷർ മസിൽ സ്റ്റിഫ്നെസ് ആൻഡ് റിജിഡിറ്റി. ക്ലോണിക് സീഷർ എന്ന് പറയുമ്പോൾ ജെർക്കി മൂവ്മെന്റ് ആണ് ക്ലോണിക് സീഷർ. അറ്റോണിക് സീഷർ എന്ന് പറയുമ്പോൾ ലോസ് ഓഫ് മസിൽ ടോൺ, പാരാലിസിസ് ഒക്കെ വരുന്നതാണ് പേഷ്യന്റ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ആബ്സെന്റ് സീഷർ ഓർ സിമ്പിൾ ആബ്സെന്റ് സീഷർ ഇസ് എ വേക്കന്റ് സ്റ്റെയർ. തുറിച്ച് നോക്കുന്ന പേഷ്യന്റ് കുറച്ചു നേരത്തേക്ക് ഒന്ന് തുറിച്ച് നിൽക്കും. which may mistaken for a lapse in attention that lasts about 10 seconds, though it may last as long as 20 seconds. 10 മുതൽ 20 സെക്കൻഡ് മാത്രം നേരത്തേക്ക് പേഷ്യന്റ് അൺഅവെയർ ആയി, ചുറ്റുപാടുകളുമായിട്ട് അൺഅവെയർ ആയിട്ട് പോകുന്ന ഒരു കണ്ടീഷനാണ് ആബ്സെന്റ് സീഷർ. ഇനി ജനറലൈസ്ഡ് ടോണിക് ക്ലോണിക് സീഷർ എന്താണ്? ഇലക്ട്രിക് ഡിസ്ചാർജസ് ഇൻവോൾവ് ദ എൻറ്റയർ ബ്രെയിൻ. ബ്രെയിനിൽ മൊത്തമായിട്ട് അഫക്ട് ചെയ്യുന്നതാണ് ടോണിക് ക്ലോണിക് സീഷർ. ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം, അത് കറക്റ്റ് ആയിട്ട് ചോദിക്കാം. ബ്രെയിനിനെ മൊത്തമായിട്ട് അഫക്ട് ചെയ്യുന്നത് ഏത് സീഷർ എന്ന് ചോദിച്ചാൽ ജനറലൈസ്ഡ് ടോണിക് ക്ലോണിക് സീഷർ ആണ്. ആബ്സെന്റ് സീഷറും കോംപ്ലക്സ് പാർഷ്യൽ സീഷേഴ്സും ഒക്കെ ഒരു ലോബിലാണ് അഫക്ട് ചെയ്യുന്നത്.
Generalized tonic-clonic seizure, electric discharges involve the entire brain. The person loses consciousness. Usually last 1 to 3 minutes, but may last up to 5 minutes. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ പേഷ്യന്റിന് ബോധം നശിച്ചു പോകും. അത് എത്ര സമയത്തേക്കാണെന്ന് ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം. 2 to 3 minutes ഉണ്ടാവും. അങ്ങനെയും ചോദിക്കാം എക്സാമിന്. ബോധം പോകുന്ന സീഷർ ടൈപ്പ് ഏതെന്ന് ചോദിച്ചാൽ ജനറലൈസ്ഡ് ടോണിക് ക്ലോണിക് ആണ്. കോംപ്ലക്സ് പാർഷ്യൽ സീഷേഴ്സിലും അൺകോൺഷ്യസ് ആകാറുണ്ട്. അപ്പൊ ഈ രണ്ടെണ്ണമാണ് കോംപ്ലക്സ് CPS, കോംപ്ലക്സ് പാർഷ്യൽ സീഷേഴ്സും ജനറലൈസ്ഡ് ടോണിക് ക്ലോണിക് സീഷേഴ്സിലുമാണ് ബോധം പോകുന്നത്. അപ്പൊ ജനറലൈസ്ഡ് ടോണിക് ക്ലോണിക്കിൽ 3 മിനിറ്റ് വരെ നീണ്ടു നിൽക്കും, മാക്സിമം 5 മിനിറ്റ് ആണ്. നെക്സ്റ്റ് മയോക്ലോണിക് സീഷർ. മസിൽ ജെർക്സ് ക്യാൻ ഹാവ് കോസസ് ദാറ്റ് ആർ നോട്ട് ഡ്യൂ ടു അണ്ടർലൈങ് ഡിസീസ്. Examples include infrequent muscle teachers, low magnesium level or muscle fatigue. Magnesium level കുറയുന്നത് കൊണ്ടും മയോക്ലോണിക് സീഷർ വരാം. പേഷ്യന്റ് ബോധം പോകുന്നില്ല, മസിൽ ടിച്ചസ് ഒക്കെ വല്ലാണ്ട് ജെർക്കിങ് വരും. Then atonic seizure. Atonic seizure, other name akinetic seizure. Akinetic seizure result in a sudden loss of muscle tone. പാരാലിസിസ് ആയിരിക്കും. പേഷ്യന്റ് പെട്ടെന്ന് ഒരു സഡൻ ലോസ് ഓഫ് ബാലൻസ്, ഒരു ബലം പെട്ടെന്ന് നഷ്ടപ്പെട്ട് പാരാലിസിസ് ആയി പോവുക. പേഷ്യന്റ് വീഴാനുള്ള ചാൻസ് ഉണ്ട് അറ്റോണിക് സീഷറിൽ, പക്ഷെ ബോധം പോകുന്നില്ല. ജനറലൈസ്ഡ് ടോണിക് ക്ലോണിക് സീഷറിന്റെ പഴയ പേരാണ് ഗ്രാൻഡ്മാൽ സീഷർ. ഗ്രാൻഡ്മാൽ സീഷർ എന്ന് അറിയപ്പെട്ട സീഷറാണ് ജനറലൈസ്ഡ് ടോണിക് ക്ലോണിക്. അടുത്ത കോംപ്ലക്സ് പാർഷ്യൽ സീഷർ is a type of seizure that arises in one lobe of the brain rather than the whole brain. The seizure affects pupil awareness and may cause them to lose consciousness. Unconscious ആയി പോകുന്ന കണ്ടീഷനാണ് കോംപ്ലക്സ് പാർഷ്യൽ സീഷർ. പേഷ്യന്റിന് ഇത് ജനറലൈസ്ഡ് സീഷർ ആകാനുള്ള സാധ്യത ഇവിടെ കൂടുതലാണ്. Then hyperexcitability of neuron and neuronal circuit. Alteration in neuronal transmission, that is ions or neurotransmitter, due to etiological factors such as genetic or acquired. സോ ഇവിടെ സംഭവിക്കുന്നത് ഇതിന്റെ പാത്തോഫിസിയോളജിയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഹൈപ്പർ എക്സൈറ്റബിലിറ്റി ഓഫ് ന്യൂറോൺ ആണ് സംഭവിക്കുന്നത്. അല്ലെങ്കിൽ ആൾട്രേഷൻ ന്യൂറോണൽ ട്രാൻസ്മിഷൻ, അത് ന്യൂറോ ട്രാൻസ്മിറ്റർ കൂടുന്നതുകൊണ്ടും കുറയുന്നതുകൊണ്ടും വരാനുള്ള സാധ്യതയുണ്ട്. സോ ഹൈപ്പർ എക്സൈറ്റബിലിറ്റി ഓഫ് ന്യൂറോൺ നിങ്ങൾ പഠിക്കുക. ആ സമയത്ത് ഇലക്ട്രിക്കൽ ഡിസ്ചാർജ്, അബ്നോർമൽ ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് വരുന്നു ഡ്യൂ ടു എത്തിയോളജിക്കൽ ഫാക്ടർ സച്ച് ആസ് ജെനറ്റിക്, ഇഡിയോപ്പത്തിക് കോസ് ആകാം, അല്ലെങ്കിൽ അക്വേർഡ് കോസ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മെറ്റബോളിക് ഡിസീസ് കൊണ്ടുണ്ടാകാം, വൈറൽ ഇൻഫെക്ഷൻ കൊണ്ടുണ്ടാകാം, ആൽക്കഹോളിസം, ഡ്രഗ് ഇൻഡ്യൂസ്ഡ്, ആൽക്കഹോളിക് ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ആൾക്കുണ്ടാകാം. അതുപോലെ തന്നെ നമ്മൾ സാധാരണ ഒരു പ്രഗ്നൻസി കണ്ടീഷൻ ഉണ്ട്, എക്ലാംസിയയിൽ സീഷർ ഉണ്ടാകാറുണ്ട്, ബ്രെയിൻ ട്യൂമറിൽ ഉണ്ടാകാറുണ്ട്. നെക്സ്റ്റ് വൺ ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ. ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ എന്തൊക്കെയാണ്? സീഷറിന്റെ ഹിസ്റ്ററി ആൻഡ് ഫിസിക്കൽ എക്സാമിനേഷൻ. അപ്പൊ ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഫിസിക്കൽ എക്സാമിനേഷൻ. ടങ് ബൈറ്റ് ഉണ്ടോ എന്ന് നോക്കണം പേഷ്യന്റിന്, അതുപോലെ എവിടെയെങ്കിലും വൂണ്ട് ഉണ്ടോ എന്ന് നോക്കണം. ഹിസ്റ്ററി എടുക്കാം, പേഷ്യന്റിന്റെ പാരന്റ്സിനോട് ഹിസ്റ്ററി എടുക്കാം. ദെൻ MRI, മാഗ്നറ്റിക് റിസോണൻസ് ഇമേജിംഗ്, എസ്പെഷ്യലി ബ്രെയിൻ ട്യൂമർ ഒക്കെ ഉള്ള കേസുകളിൽ MRI നമുക്ക് എടുക്കേണ്ടി വരും. ദെൻ EEG, ഇലക്ട്രോ എൻസെഫലോഗ്രാം. സീഷറിന്റെ പ്രധാന ഒരു ഡയഗ്നോസ്റ്റിക് എക്സാമിനേഷൻ ആണ് EEG. ദെൻ സിംഗിൾ ഫോട്ടോൺ എമിഷൻ കമ്പ്യൂട്ടറൈസ്ഡ് ടോമോഗ്രാഫി, SPECT. ഇതിന്റെ ഫുൾ ഫോം ആണ് സിംഗിൾ ഫോട്ടോൺ എമിഷൻ കമ്പ്യൂട്ടറൈസ്ഡ് ടോമോഗ്രാഫി. SPECT ടെസ്റ്റ് uses a small amount of low dose radioactive material that's injected into vein to create a detailed 3D map of the blood flow activity in the brain that happens during seizure. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വരുന്നു. ഡീറ്റെയിൽ ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള ബ്രെയിൻ ആക്ടിവിറ്റി SPECT എക്സാമിനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇറ്റ് മേ ബി യൂസ്ഡ് ടു ഹെൽപ്പ് ഡയഗ്നോസ് സീഷർ, സ്ട്രോക്ക്, സ്ട്രെസ് or any infections and tumors in the spine. അപ്പൊ സ്ട്രെസ് ആയിട്ടുള്ള എന്തെങ്കിലും സ്ട്രെസ് കൊണ്ടും സീഷർ വരാറുണ്ട്. അത് ട്രിഗറിങ് ഫാക്ടേഴ്സ് ആണ്. സ്ട്രോക്ക്, മേ ബി സ്ട്രോക്ക്, ഹെഡ് ഇഞ്ചുറി, ബ്രെയിൻ ട്യൂമേഴ്സ്, ഇൻഫെക്ഷൻസ്, ട്യൂമേഴ്സ് ഇൻ ദ സ്പൈൻ. അപ്പൊ ഇതെല്ലാം കൊണ്ടും സീഷർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. Then emergency management. To maintain a patent airway and prevent aspiration, patient is placed in the side-lying position. Seizure precautions are maintained. Suction catheter and oral airway. ഒരു സൈഡിലേക്ക് ചെരിച്ച് കടത്തണം.
അതുപോലെ ടൈറ്റ് ക്ലോത്തിങ് ഒക്കെ ആണെങ്കിൽ ആ ക്ലോത്ത് ഒക്കെ അഴിച്ചു മാറ്റിയിട്ട് നമ്മൾ ചുറ്റുമുള്ള പേഷ്യന്റിനെ ഇൻജൂർ ആക്കുന്ന ബ്ലേഡ്, കത്തി, മറ്റുള്ള ഉപകരണങ്ങൾ ഇതൊക്കെ പേഷ്യന്റിന്റെ ബെഡ് സൈഡിൽ നിന്ന് അല്ലെങ്കിൽ ചുറ്റുമുള്ള സൈഡിൽ നിന്ന് മാറ്റി വെക്കണം. പ്രൊവൈഡ് ഓക്സിജനേഷൻ ആൻഡ് പ്രിവെന്റ് കോംപ്ലിക്കേഷൻ, ആസ്പിരേഷൻ ഇഞ്ചുറി ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം പേഷ്യന്റ് ABC എയർവേ, ബ്രീത്തിങ്, സർക്കുലേഷൻ എല്ലാം ക്ലിയർ ചെയ്യണം. ഓക്സിജൻ സാച്ചുറേഷൻ നോക്കണം. ആവശ്യമെങ്കിൽ ഓക്സിജൻ കൊടുക്കണം. ദ ബെഡ് ഈസ് പ്ലേസ്ഡ് ഇൻ എ ലോ പൊസിഷൻ. ബെഡ് കുറച്ച് താഴ്ന്നിരിക്കുന്ന പൊസിഷൻ തന്നെ വെക്കണം. സൈഡ് റെയിൽസ് എപ്പോഴും ഇടണം. അതൊരു വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം പേഷ്യന്റിന് സീഷർ വന്നു കഴിഞ്ഞാൽ വീഴാനുള്ള സാധ്യതയുണ്ട്. സീഷർ ആൻഡ് ഫോർ എ ഷോർട്ട് ടൈം thereafter. Then pharmacological management, anti-convulsant, carbamazepine 500 mg, valproic acid, phenytoin 50 mg IV. ഇത്രയും ഫാർമക്കോളജിക്കൽ മാനേജ്മെന്റ് നമ്മൾ മെഡിസിൻസ് കൊടുക്കാറുണ്ട്. സർജിക്കൽ മാനേജ്മെന്റ്, വേഗസ് നെർവ് സ്റ്റിമുലേഷൻ. സർജിക്കൽ മാനേജ്മെന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേഗസ് നെർവ് സ്റ്റിമുലേഷൻ ആണ്. സീഷർ തടയാൻ വേണ്ടിയുള്ള സർജിക്കൽ മാനേജ്മെന്റ് ആണ് വേഗസ് നെർവ് സ്റ്റിമുലേഷൻ. അതെന്താണ് വേഗസ് നെർവ് സ്റ്റിമുലേഷൻ എന്താണെന്ന് നോക്കാം. എ ഡിവൈസ് implanted underneath the skin of the chest stimulates the vagus nerve in neck, sending signal to brain that inhibits seizures. With vagus nerve stimulation, client may still need to take medication. മെഡിസിൻസിന്റെ കൂടെ തന്നെ മാത്രമേ നമുക്ക് വേഗസ് നെർവ് സ്റ്റിമുലേഷൻ ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലെ നമുക്ക് ഉള്ള ഒരു പ്രൊസീജിയർ നടത്താൻ കഴിയുള്ളൂ. അതിന്റെ കൂടെ എന്തായാലും മെഡിസിൻ എടുക്കേണ്ടി വരും. അൺകൺട്രോൾഡ് സീഷേഴ്സ് ഉള്ളവർക്ക് കൺട്രോൾ അല്ല, മെഡിസിനിൽ കൺട്രോൾ അല്ലാത്തവർക്ക് ഇതും കൂടെ ഒരു ഓപ്ഷൻ ആണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസ്. എന്താണ് സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസ്? 3 seizures uninterrupted by consciousness or a single prolonged seizure more than half hour. അതായത് 2 അതിൽ കൂടുതലോ സീഷേഴ്സ് ഇടയ്ക്ക് കോൺഷ്യസ് ആകാതെ, പേഷ്യന്റ് കോൺഷ്യസ് ആകാതെ, പേഷ്യന്റ് ഒരു നോർമൽ ലെവലിലേക്ക് വരാതെ തുടർച്ചയായിട്ട് 2 അതിലധികമോ സീഷേഴ്സ് വരികയാണെങ്കിലോ, അല്ലെങ്കിൽ ഒരു സീഷർ തുടർച്ചയായിട്ട് അരമണിക്കൂറിൽ കൂടുതൽ വരികയാണെങ്കിലോ നമുക്ക് സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസ് എന്ന് പറയാം. ബെൻസോഡൈസെപ്പിൻസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ടു ട്രീറ്റ് സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസ്. ഏറ്റവും കൂടുതൽ മെഡിസിൻ ഏതാണ് കൊടുക്കുന്നത് ചോദിച്ചാൽ ബെൻസോഡൈസെപ്പിൻ ആണ്. ബെൻസോഡൈസെപ്പിൻ ഈസ് ദ ഡ്രഗ് ഓഫ് ചോയ്സ് ഓഫ് സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസ്. ആൻഡ് ഓൾസോ ഡയസെപ്പാം, വാലിയം, lorazepam, ativan and midazolam version. So initial therapy 0.1 mg per kilogram lorazepam or 0.2 mg per kilogram midazolam. Second phase is 20 mg per kilogram fosphenytoin, 40 mg per kilogram valproate sodium or 60 mg per kilogram levetiracetam or levipil. ഇത്രയും മെഡിസിൻസ് ഡയസെപ്പാം, lorazepam, midazolam, fosphenytoin, sodium valproate, മിഡാസോളം, ലെവിപ്പിൽ, ഇതെല്ലാം നമ്മൾ മെഡിസിൻ കൊടുക്കുന്ന ആന്റി സീഷർ മെഡിക്കേഷൻസ് ആണ്. അപ്പൊ ഇതിന്റെ തെറാപ്പി എത്ര mg ആണെന്ന് ഒന്നുകൂടെ നോക്കണം. സോ നഴ്സിംഗ് മാനേജ്മെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻഎഫക്റ്റീവ് എയർവേ ക്ലിയറൻസ്. അപ്പൊ എയർവേ ആണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. കാരണം പേഷ്യന്റ് ആസ്പിരേഷൻ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അത് പ്രിവെന്റ് ചെയ്യാനാണ് നമ്മൾ ഹെഡ് ആൻഡ് എലിവേറ്റ് ചെയ്തിട്ട് ഒരു സൈഡ് ലൈൻ പൊസിഷൻ കൊടുക്കുന്നത്. റിസ്ക് ഫോർ ഇഞ്ചുറി റിലേറ്റഡ് ടു സീഷർ ആക്ടിവിറ്റി. അപ്പൊ നമ്മൾ ആ ഒരു ഇഞ്ചുറി തടയാൻ വേണ്ടിയാണ് സൈഡ് റെയിൽസ് ഇടുന്നത്. പാഡഡ് സൈഡ് റെയിൽസ് ആണ്, പാഡ് വെച്ചിട്ടുള്ള സൈഡ് റെയിൽസ് ആണ് ഇടേണ്ടത്, പാഡഡ് സൈഡ് റെയിൽസ്. അതുപോലെ പേഷ്യന്റ് ചുറ്റുമുള്ള പേഷ്യന്റ് ഇഞ്ചുറി ആക്കുന്ന സാധനങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ മാറ്റണം. ആൻസൈറ്റി റിലേറ്റഡ് ടു ചേഞ്ച് ഇൻ ആക്ടിവിറ്റീസ്. പേഷ്യന്റിന് തീർച്ചയായിട്ടും വലിയ ആൻസൈറ്റി ഉണ്ടാവും. ഇൻഎഫക്റ്റീവ് കോപ്പിംഗ് റിലേറ്റഡ് ടു സോഷ്യൽ സ്റ്റിഗ്മ. ഇപ്പൊ സോഷ്യലി ഇത് അംഗീകരിക്കാൻ ആളുകൾക്ക് ഈ ഒരു അസുഖം അംഗീകരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അതേ ഒരു പ്രശ്നം പേഷ്യന്റിന്റെ മനസ്സിലും ഉണ്ടാവും. സോ ഇത്രയാണ് നമ്മളുടെ നഴ്സിംഗ് കെയർ വരുന്നത്. പ്രൊസീജിയറിന്റെ ജനറൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. സോ പ്ലീസ് ഷെയർ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് ഇനി വരുന്ന വീഡിയോകളിൽ ഫണ്ടമെന്റൽസിന് അതുപോലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗിന്റെ ഇമ്പോർട്ടന്റ് ടോപ്പിക് കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. താങ്ക് യു.